നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പത്രസമ്മേളനത്തിൽ ആരാധകർക്ക് കൊടുത്ത മെസ്സേജ് ഭയപ്പെടേണ്ടതില്ല, ഇത് നമ്മുടെ കോമ്പറ്റീഷനാണ് എന്നതായിരുന്നു. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇത്തിഹാദിൽ പോയി മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് UCLൻ്റെ ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി റയൽ മാഡ്രിഡ് കടന്നു വരുന്നു. ഇത്തിഹാദിൽ ആധിപത്യം പുലർത്തിയത് യഥാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അവർ വീണുപോയി. ആൻഡ്രെ ലൂനിന് കൈയടിക്കണം റയൽ മാഡ്രിഡ്. അതുപോലെ റോഡ്രിഗോയുടെ ആ ഗോൾ, അങ്ങനെ റോഡ്രിഗോയിലൂടെ അവർ മുന്നിലെത്തിയതാണ്. പിന്നെ KDBയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചടിച്ചു. ഒടുവിൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. അവിടെ നിന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് 3-4 മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേൽ റയൽ മാഡ്രിഡിൻ്റെ വിജയം. ഇത്തിഹാദിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡ്, ഗ്രീലിഷ്, ബെർണാഡോ സിൽവ, KDB, ഫിൽ ഫോഡൻ എന്നിവരൊക്കെ അണിനിരന്നിരുന്നു. നിരന്തരം ആക്രമണങ്ങൾ സിറ്റി അഴിച്ചുവിടുകയും ചെയ്തു. വലിയ ആധിപത്യം കളിയിൽ അവർ പുലർത്തി. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ ആക്രമണത്തിനെതിരെ ഡിഫൻഡ് ചെയ്ത് നിൽക്കാൻ തന്നെയായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ തീരുമാനം. മെൻഡിയും നാച്ചോയും റൂഡിഗറും കർവാഹലും ചേർന്നുകൊണ്ട് അവരുടെ ഡിഫൻസ് കാത്തു. മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനി ജൂനിയറും റോഡ്രിഗോയും ബെല്ലിംഗാമും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും കളി കഴിഞ്ഞതിന് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഇങ്ങനെയേ കളിക്കാൻ പറ്റൂ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ, അവർക്കെതിരെ വിജയിക്കാൻ ഇതാണ് വഴി, ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അത് മികച്ച രൂപത്തിൽ നടപ്പാക്കി എന്ന് തന്നെ കാർലോ ആഞ്ചലോട്ടി പറയുന്നുണ്ട്. ഏതായാലും മത്സരം 90 മിനിറ്റിലേക്ക് എത്തുമ്പോൾ 1-1 സമനിലയാണ്. പിന്നീട് എക്സ്ട്രാ ടൈമിലും ഗോളുകൾ വീഴാതെ വന്നതോടുകൂടി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോയി. ഷൂട്ടൗട്ടിൽ 2 പെനാൽറ്റികളാണ് ആൻഡ്രെ ലൂനിൻ തടഞ്ഞിട്ടത്. അതേസമയം എഡേഴ്സൺ മോറസ് ഒരു പെനാൽറ്റി തടയുകയും ചെയ്തു. മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഹുലിയൻ ആൽവാരസ്, ഫിൽ ഫോഡൻ, എഡേഴ്സൺ എന്നിവർ പന്ത് വലയിലേക്ക് എത്തിച്ചു. ബെർണാഡോ സിൽവക്കും കൊവാസിച്ചിനും ലൂനിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ലൂക്ക മോഡ്രിച്ചിൻ്റെ പെനാൽറ്റി എഡേഴ്സൺ മോറസ് തടഞ്ഞിട്ടിരുന്നു. പക്ഷേ കളിയുടെ അവസാനത്തിൽ റൂഡിഗറുടെ ആ ഒരു ഡിസിസീവ് പെനാൽറ്റി തടയാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നതോടെ പെനാൽറ്റിയിൽ 3-4 മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ് ഫൈനലിലേക്ക് കടന്നു. ആദ്യ പാദം 3-3 സമനിലയായിരുന്നു. രണ്ടാം പാദം 1-1 സമനില. അങ്ങനെ അഗ്രിഗേറ്റ് 4-4. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 വിജയിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് UCL സെമി ഫൈനലിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.